എന്തൊരു ബ്ലോക്കാണല്ലേ വളാഞ്ചേരി ടൗണ്. ഏത് കാലത്താണ് ആ ദുരിതമൊക്കെ തീരുക? അതൊന്നും അത്ര പെട്ടെന്ന് തീരില്ല ദാസ. ഈ 6 വരിപ്പാത ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ബ്ലോക്ക് വളാഞ്ചേരി ടൗണിൽ വരുന്നതിൻ്റെ കാരണം എന്തൊക്കെ അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇവിടെ 6 വരിപ്പാത വന്നതിന് ശേഷം വളാഞ്ചേരി ബ്ലോക്ക് കുറയുന്നല്ലേ എല്ലാവരും പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് വളാഞ്ചേരിയുടെ സ്ഥിതി? ആകെ ഇരട്ടി ബ്ലോക്കായിട്ടാണ് വളാഞ്ചേരി, ചെക്കായ പോലെ. അല്ല, ഈ 6 വരിപ്പാത വന്നു കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്കും വളാഞ്ചേരി തീരുന്നല്ലേ പറഞ്ഞു കേട്ടിരുന്നു. എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത്? അതെന്ത് സംഭവം അറിയോ? ഈ 6 വരിപ്പാത ഇവിടെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ വളാഞ്ചേരി ടൗണിലൊന്നും ഇത്ര ബ്ലോക്ക് ഉണ്ടാവില്ല, സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ 6 വരിപ്പാതയിൽ ഇത്രയും വണ്ടികൾ പോയിന്, ഇത്രയും ഒരു സൗകര്യം ഇവിടെ വന്നിട്ടും ഈ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ വാഹനങ്ങൾ കൂടി എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ വികസനങ്ങളോ ഒന്നും മുൻകൂട്ടി കണ്ടില്ല. കാരണം ഇത്രയും വലിയൊരു 6 വരിപ്പാത വരുമ്പോൾ പുറത്തുനിന്നുള്ള വാഹനങ്ങളൊക്കെ ഷോർട്ടായിട്ട് ഇവിടുന്ന് ഇറങ്ങി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക വളാഞ്ചേരി ടൗണിലെ റോഡുകളാണ്. അപ്പോൾ ആ സർവീസ് റോഡുകളിൽ കൂടെ വരുന്ന വാഹനങ്ങളൊക്കെ ടൗണിലേക്ക് കയറുകയാണ്. പങ്ങാടിപ്പുറം പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊക്കെ, കോഴിക്കോട് പോകുന്നവരൊക്കെ ഈ ഭാഗത്ത് വന്നിട്ടാണ് കയറുന്നത്, ഇറങ്ങുന്നത് ഇവിടെ തന്നെ. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഇതിൽ വരികയാണ്. ഇതിലൊരു ബദൽ സംവിധാനം ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ബ്ലോക്ക് ഈ സമയത്ത് വരാൻ കാരണം. അല്ലാതെ നമ്മൾ 6 വരിപ്പാതേൻ്റെ കുറ്റം കൊണ്ടല്ല. കാരണം അതിലും വാഹനങ്ങൾ പോകുന്നുണ്ട്, അതിന് ഇരട്ടിയാണ് താഴ്ത്തുള്ളത്. അപ്പോൾ നമ്മുടെ സർക്കാരുകൾ ഇതൊക്കെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് വിചാരിക്കുക. മുൻകൂട്ടി കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് ഇതൊക്കെ.